ശത്രുവിന്റെ ശരയമ്പുകൾ നിന്റെ ജീവിതത്തെ മുറിപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തെ തച്ചുടയ്ക്കുവാൻ വളരെ ശക്തമായി നിനക്കെതിരെ വന്നപ്പോഴും എന്തുകൊണ്ടാണ് അമ്പുകൾ നിന്നെ തൊടാഞ്ഞെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിന്റെ കാവലിലാണ്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും ഓരോ ദിവസവും പറയേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കാവലിലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. എത്രയെത്ര പ്രതിബന്ധങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ നിന്റെ ജീവിതത്തെ തകിടം മറിക്കുവാൻ നിഗൂഢ പദ്ധതികളുമായി നിന്നോട് അടുത്തു വന്നാലും ലെവലേശം കുലുങ്ങണ്ട. സ്തോത്രം, നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. 121 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നീ ദൈവത്തിന്റെ കാവലിലാണ്. ശത്രുവിന്റെ ശരയമ്പുകൾ നിന്റെ മുറിപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തെ തച്ചുടയ്ക്കുവാൻ വളരെ ശക്തമായി നിനക്കെതിരെ വന്നപ്പോഴും എന്തുകൊണ്ടാണ് അമ്പുകൾ നിന്നെ തൊടാഞ്ഞെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിന്റെ കാവലിലാണ്. എങ്ങനെയാണ് ദൈവം കാവലൊരുക്കുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി. ഇയ്യോബിനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ദൈവം വേലി കെട്ടി. പിശാച് ഇയ്യോബിന്റെ കുടുംബത്തിൽ വന്നൊന്ന് എത്തി നോക്കിയിട്ട് മഹാദൈവത്തിന്റെ തിരുമുമ്പിൽ ചെന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങ് വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. നിന്റെ വീടിന് കല്ലുകളാൽ തീർക്കപ്പെട്ട മതിലുകളിലെങ്കിലും സ്തോത്രം, ദൈവം തമ്പുരാൻ കെട്ടിയ ഒരു വലിയ വേലിയുണ്ട്. പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയത്തിന് ചുറ്റും, യെരൂശലേമിന് ചുറ്റും ദൈവം പറയുകയാണ്, ഞാൻ അതിന് ചുറ്റും ഒരു വേലി കെട്ടാൻ പോവാ. അത് അഗ്നിയുടെ മതിലാണ്. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, എത്രയെത്ര ദുഷ്ടശക്തികളും എത്രയെത്ര മനുഷ്യരും നിന്റെ കുടുംബത്തെ തച്ചുടച്ച് ഇല്ലായ്മപ്പെടുത്തുവാൻ പല പല പദ്ധതികൾക്ക് രൂപം കൊടുത്ത് നിന്റെ മുമ്പിൽ എത്തിയപ്പോഴും ആ കാറ്റും ആ പ്രതിബന്ധവും ഒന്നും നിന്നെ തൊടാതെ നീ ഇന്നും ആയുസ്സോടെ ജീവിച്ചിരിക്കുവാൻ കാരണം, സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികൾ വർണ്ണിക്കുമെന്ന് പറയുവാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് അടുക്കുവാൻ കഴിയാത്തൊരു വേലി എന്റെ ദൈവം കെട്ടി. നീ ദൈവത്തിന്റെ കാവലിലാണ്. സങ്കീർത്തനക്കാരൻ പറയുക, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്ന ദൈവം മയങ്ങുകയില്ല. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു ശക്തമായ കാവലിനകത്താണ് യേശു നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ കാവലിലാണ്, ഞങ്ങൾ ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. ഇന്ന് ഞങ്ങളോട് ദൈവം ഇടപെട്ടുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. ഗോഡ് ബ്ലസ് യു.